സർവകലാശാലകളെ സ്ഥിരം VC നിയമനത്തിലെ ഗവർണറുടെ ഉത്തരവ് ചോദ്യം ചെയ്യുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിനെയാണ് സർക്കാർ ചോദ്യം ചെയ്യുക. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാമ, സ്ഥിരം VC നിയമനത്തിലെ ഗവർണറുടെ ഉത്തരവിൽ വീണ്ടും നിയമ പോരാട്ടത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? ഹർജി ഫയൽ ചെയ്തോ? കൂടുതൽ വിവരങ്ങൾ എന്താണ്? വിരുദ്ധ വേണു, ഇത് സംബന്ധിച്ച ഹർജി സർക്കാർ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടില്ല. പക്ഷേ ഗവർണറുടെ തീരുമാനം ചോദ്യം ചെയ്ത് സർക്കാർ ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന കാര്യമാണ് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇന്ന് അല്പസമയം മുമ്പ് ഹൈക്കോടതിയെ അറിയിച്ചത്. നേരത്തെ സംസ്ഥാനത്തെ 6 സർവകലാശാലകളിലെ സ്ഥിരം VCമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ് നൽകിയ ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ ഹർജി പരിഗണിക്കവെയാണ് സർക്കാർ ഇന്ന് നിലപാട് അറിയിച്ചത്. 2 ദിവസം മുമ്പാണ് സംസ്ഥാനത്തെ 6 സർവകലാശാലകളിലേക്ക് പുതിയ VCമാരെ നിയമിക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ ചാൻസലർ കൂടിയായ ഗവർണർ തീരുമാനമെടുത്ത്. ഇത് സംബന്ധിച്ച സെർച്ച് കമ്മിറ്റിയും ഗവർണർ സ്വന്തം നിലയ്ക്ക് തീരുമാനിച്ചിരുന്നു. കേരള മഹാത്മാഗാന്ധി സർവകലാശാല, കേരള സാങ്കേതിക സർവകലാശാല, ഒപ്പം കാർഷിക സർവകലാശാല, ഫിഷറീസ് സർവകലാശാല, മലയാളം സർവകലാശാലകളിലാണ് ഈ രീതിയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. സംസ്ഥാന സർക്കാർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം UGC, അതായത് സർവകലാശാലകളിൽ VCമാരെ നിയമിക്കേണ്ടത് എങ്ങനെയെന്ന് UGCയുടെ ചട്ടമുണ്ട്. അങ്ങനെ ഒരു ചട്ടം നിലവിലില്ലെങ്കിൽ, അല്ലെങ്കിൽ UGCയുടെ നിയമം നിലവിലില്ലെങ്കിൽ അത് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള നിയമപരമായ അധികാരം സംസ്ഥാന സർക്കാരുകൾക്കാണ്. സംസ്ഥാന സർക്കാരിൻ്റെ അതായത് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ സംസ്ഥാന സർക്കാരുകളാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് തീരുമാനമെടുക്കേണ്ടത്. ചാൻസലർ എന്ന നിലയിൽ ഗവർണറല്ല. ഗവർണർ ഇത്തരമൊരു കാര്യം നടത്തുന്നത് അമിതാധികാര പ്രയോഗമാണ്. ഇങ്ങനെ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഗവർണർക്ക് അധികാരമില്ല. മാത്രമല്ല, സർവകലാശാലകളിലേക്ക് വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോൾ സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ ഒരു പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അത്തരമൊരു പ്രതിനിധിയെ ഉൾപ്പെടുത്താതെയാണ് സെർച്ച് കമ്മിറ്റി ഗവർണർ എന്നതടക്കമുള്ള ആക്ഷേപങ്ങളാണ് സർക്കാർ ഉയർത്തുകയും ചെയ്യുന്നത്. ഇന്ന് ഈ ഹർജി പരിഗണനയ്ക്ക് വരുമ്പോഴാണ് സംസ്ഥാനത്തെ 6 സർവകലാശാലകളിൽ സ്ഥിരം ചാൻസലർമാരെ നിയമിക്കണം, വൈസ് ചാൻസലർമാരെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണനയ്ക്ക് വരുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഇക്കാര്യം അറിയിക്കുന്നത്. ഗവർണറുടെ നിലപാട് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യും സംസ്ഥാന സർക്കാർ. ശ്യാം ദേവരാജ്, സർക്കാരും ഗവർണറും തമ്മിൽ ഒരിടവേളയ്ക്ക് ശേഷം ഈ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടെ വിവാദം രൂക്ഷമാകുന്നതിനിടെയാണ് നിയമ പോരാട്ടത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ഗവർണറുടെ അല്ലെങ്കിൽ രാജ്ഭവന്റെ നിലപാട് എന്തായിരിക്കും? അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിലപാട് കടുപ്പിക്കുകയാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാവുകയും ചെയ്തിരുന്നു. ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ അത് നൽകിയിരുന്നില്ല. പക്ഷേ ഇത്തവണ ഗവർണർ തന്നെ ഇക്കാര്യം സ്വന്തം നിലയിൽ തീരുമാനമെടുക്കുകയും മുന്നോട്ട് പോവുകയുമായിരുന്നു. കാരണം നേരത്തെ സംസ്ഥാന സർക്കാർ തന്നെ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കുന്ന നിലപാടെടുത്തിരുന്നു. അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തുകയും ചെയ്തു. നിയമം നിർമ്മിക്കുകയും ഇക്കാര്യം ഗവർണറുടെ പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. ചാൻസലറായി വിദഗ്ധരെ, അതത് മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരെ അടക്കം സർക്കാരിന് തീരുമാനിക്കാം എന്ന കാര്യമായിരുന്നു അതിന്മേൽ ആ നിയമത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഈ നിയമം ഗവർണർ പ്രസിഡന്റിൻ്റെ പരിഗണനയ്ക്ക് അയക്കുകയും പിന്നീട് സംസ്ഥാന സർക്കാർ ഇത് ഗവർണറുടെ തീരുമാനം ചോദ്യം ചെയ്ത് സുപ്രീം കോടതി വരെ പോവുകയും ചെയ്തിരുന്നു. നിലവിൽ ആ നിയമം നടപ്പാക്കുകയോ അല്ലെങ്കിൽ അതിന്മേൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പഴയ സ്ഥിതി തുടരുകയാണ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് ചാൻസലർ സ്ഥാനത്ത് തുടരുന്ന ഗവർണർ ഈ 6 സർവകലാശാലകളിലേക്ക് വൈസ് ചാൻസലർമാരെ നിയമിക്കാനായി ഒരു സെർച്ച് കമ്മിറ്റിക്ക് രൂപം നൽകിയത്. എന്തായാലും രാജ്ഭവന്റെ നിലപാട് അത് തന്നെയാണ്. ആ സെർച്ച് കമ്മിറ്റിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഗവർണറുടെ തീരുമാനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്, ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ്.